വരുന്നുണ്ട് ഈശ്വര. തളർന്നു കിടക്കാം, ഇല്ലെങ്കിലേ വരുന്ന വഴിക്ക് എനിക്കിട്ട് കിട്ടും. ഭാനുമതി, എടി ഭാനുമതി. ഞാനത് എവിടെയാ? സതുവേട്ടനോ? എപ്പോ വന്നു? നമ്മുടെ മോന്റെ കുഞ്ഞ് പോയി സതുവേട്ട. അയ്യോ, ഞാനിതെങ്ങനെ സഹിക്കും? നിർത്തടി നിന്റെ പൂങ്കണ്ടീര്. നിർത്തടി നിനക്കുള്ള കരച്ചിൽ. എടി നിർത്താനല്ലേ പറഞ്ഞ? കണ്ടില്ലേ മോശടാ, ഇപ്പൊ അവളുടെ കരച്ചിൽ നിന്ന് കണ്ടില്ലേ? ഇത് ഇവളുടെ അഭിനയമാ. സ്വന്തം ഭർത്താവിനെയും കുടുംബത്തെയും സ്നേഹിക്കാത്ത ഇവക്ക് ലോകത്ത് ആരോടെങ്കിലും ആത്മാർത്ഥത കാണിക്കാൻ പറ്റുമോ? എനിക്ക് ആത്മാർത്ഥത്തില്ല, നിങ്ങളല്ലാതെ വേറെ ആരും പറയത്തില്ല. എടി നിന്നെ പോലുള്ള സ്ത്രീകളെ വിളിക്കേണ്ട പേര് ഇത്തിൽ കണ്ണികളെന്നാ. എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചാ അവിടെ നശിപ്പിച്ച നാറാണ കല്ല് തോന്നും. മതി ഇവിടെ നിന്റെ താമസം. ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഇല്ല, ഞാൻ ഇവിടെ എങ്ങോട്ട് വരുന്നില്ല. എന്റെ ഗൗരിമോൾ ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോ എനിക്കെങ്ങനെ വരാൻ പറ്റും? ഭാനുമതി, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ, നീ പോകുമ്പോ ഗൗരിയും രാജുവിനും കൂടെ കൊണ്ടുപോ. അവിടെ ചെന്ന് നിനക്ക് അവരെ സമാധാനമായിട്ട് ആശ്വസിപ്പിക്കാം. രാജീവനാണെങ്കിൽ അവിടെ തന്നെ ഓഫീസിലേക്കും പോവാം. അയ്യോ, അതെങ്ങനെയാ ശരിയാവുന്നത്? ഗൗരിമോൾക്ക് ഇവിടെ താമസിക്കുന്നതല്ലേ ഇഷ്ടം. അവൾ ഇവിടെ താമസിക്കുന്നോണ്ട് അവളെ വിട്ടിട്ട് എന്റെ മോന് വരാൻ പറ്റുമോ? എന്റെ മോനും വരുമ്പോഴും എന്റെ ജീവനാ മഹേഷ് ഏട്ടാ. അവരെ വിട്ടിട്ട് ഞാൻ എങ്ങനെ ഇവിടുന്ന് പോകും അല്ലേ? അവര് വരാതെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ മഹേഷ് ഏട്ടാ? സതുവേട്ടാ, നിങ്ങൾ ഇവിടെ നിന്ന് കാല് കഴിക്കണ്ട, ഞാൻ വരത്തില്ല. ആ പരിപ്പ് എന്റെ കലത്ത് വേവത്തില്ല. നിങ്ങൾ എന്നെ തല്ലിയല്ലേ, ഇനി ഞാൻ ഒട്ടും വരത്തില്ല. സദാനന്ദ, മതി തല്ലണ്ട. ഇവിടെ തല്ലുകയല്ല കൊല്ലുക വേണ്ടത്. ഇവളെയും കൊണ്ട് ഞാനിവിടെ തിരിച്ചു പോകും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ മുറി പോയി ഗൗരിയോട് സംസാരിച്ചിട്ട് തിരിച്ചു വരുമ്പോ പോകാൻ റെഡിയായിട്ട് നീ ഇവിടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ശവമായിട്ടായിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. വാടാ ഇവിടെ. എന്റെ മോനെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ. ചെയ്ത നീ എന്ത് ചെയ്യൂടി? ഞാൻ ഇവിടെ തലയിടിച്ച് ചാവും. എന്നാ പിന്നെ അത് തന്നെ നടക്കട്ടെ. ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി വേണം. എടാ നിന്നോട് പറയാ. അതെ സദാനന്ദ, വിട്ടേക്ക് പ്ലീസ്. എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മഹേഷ് ഏട്ടാ. അങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല മഹേഷ് ഏട്ടാ. നാണക്കേടിന്റെ നെല്ലിപ്പടി നിൽക്കാൻ ഞാൻ. ഇനി എനിക്കിത് സഹിക്കാൻ വയ്യ. ഇങ്ങോട്ട് പോണേ. അച്ഛ എന്നെ തല്ലല്ലേ. നിന്നെ തല്ലിയാൽ നീ നന്നാവുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. എന്നാലും അവസാനമായിട്ട് ഒരിക്കൽ കൂടി പറയുക, അന്തസ്സുള്ള ആണാണെങ്കിൽ നിന്റെ ഭാര്യയെ വിളിച്ച് നീ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. അച്ഛ അത് പിന്നെ ഗൗരിക്ക് ഇപ്പം നല്ല സുഖമില്ലായിരിക്കല്ലേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നോളാം. എടാ നാണം കെട്ടവനെ, സ്വന്തം കുഞ്ഞ് ഇല്ലാതായി പോയിട്ടും നിനക്കിനി ഈ അടിമ ജീവിതം മതിയായില്ലേ? അമ്മ ചേടാ, അവന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അവനെ നിർബന്ധിക്കുന്നത്? അവൻ വരുന്നില്ലെന്ന് പറഞ്ഞ മിണ്ടാതിരിക്കണേ, ഇല്ലെങ്കിൽ നീ ഇനി എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. അങ്കിൾ, അങ്കിളെ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല. ഇനിയെങ്കിലും അമ്മായിയെയും രാജീവിനെയും ഗൗരിയെയും ഇവിടുന്ന് കൊണ്ടുപോയേ പറ്റും. ഇല്ലെങ്കിൽ ഈ കുടുംബം മാത്രമല്ല, അങ്കിളിന്റെ കുടുംബവും തകരും. ഭാനുമതി, നീ രാജീവിനെയും ഗൗരിയും കൂട്ടി ഇന്ന് തന്നെ സദാനന്ദന്റെ കൂടെ പോകണം. കഷ്ടമുണ്ട് മഹേഷ് ഏട്ടാ. അമ്മായിയുടെ അടവും അഭ്യാസവും ഒന്നും ഇവിടെ നടക്കില്ല. അമ്മായി ഇവിടുന്ന് പോയേ പറ്റൂ. എല്ലാവർക്കും അത് തന്നെയാ നല്ലത്. ഇല്ല, ഞാൻ പോകത്തില്ല. യോ, എന്റെ ഗൗരിമോൾ ഇങ്ങനെ വയ്യാതിരിക്കുമ്പോ ഞാൻ എങ്ങനെ പോകും? എനിക്ക് പോകാൻ പറ്റത്തില്ല. നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ ഭാനുമതി, സദാനന്ദനല്ലേ വിളിക്കുന്നേ. എന്നെ തല്ലി കൊല്ലാൻ വേണ്ടിട്ടാ മഹേഷ് ഏട്ടാ വിളിക്കുന്നത്. സ്വന്തം ഭർത്താവ് തല്ലിയാ രണ്ടെണ്ണം അങ്ങ് കൊണ്ടേക്കണം, അല്ലാതെന്താ? ഞാൻ ഗൗരിയെ വിളിക്കാൻ പോവുക. അവളും ഇവനും വന്നാലും ഇല്ലെങ്കിലും തിരിച്ചു പോകുമ്പോ നീ എന്റെ കൂടെ ഉണ്ടാവണം. അതിന് ജീവനോടെ ആണെങ്കിലും ശവമായിട്ടായിരുന്നു. അല്ല അച്ഛാ, അച്ഛാ അച്ഛാ
അത് പിന്നെ അമ്മ ഇപ്പൊ തൽക്കാലം അച്ഛനോട് പൊക്കോ. എനിക്ക് ഇങ്ങനെ തല്ല് വാങ്ങിച്ചു കൂട്ടാൻ വയ്യ. ഇങ്ങനെ നിന്ന് കൊണവതിയാലും പറഞ്ഞ നീ മേലോട്ട് ചെല്ലടാ. പോകാൻ അമ്മ പോ. പോടങ്ങോട്ട് പോ. ഭാനുമതി, സദാനന്ദം പറഞ്ഞ പോലെ ചെയ്യും. ഇനി ഇങ്ങനെ തല്ല് വാങ്ങിച്ചു കൂട്ടല്ല. അമ്മായി, അഭിമാനവും അന്തസ്സും അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ രാജീവിനെയും ഗൗരിയെയും കൂട്ടി അന്തസ്സായിട്ട് ഇവിടുന്ന് പോണം. ഗൗരി, മോളെ ഗൗരി, 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 വാതിൽ തുറക്ക്. അച്ഛനാ വിളിക്കുന്നേ. മോളെ ഗൗരി, ഗൗരി. മോളെ, സംഭവിച്ചതിനെ അച്ഛൻ തെറ്റ് പറയുന്നില്ല. ആർക്കും തെറ്റ് സംഭവിക്കാം. പ്രത്യേകിച്ചും ഇതിൽ നിന്നെ ഞാൻ കുറ്റം പറയില്ല. അപ്പൊ അച്ഛന് മനസ്സിലായില്ലേ ഇത് ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല എന്ന്? ഒരു കാര്യം ഒരിടത്ത് ഒരു തവണ സംഭവിച്ചാൽ നമ്മളതിനെ സാധാരണ എന്ന് കരുതി ശ്രദ്ധിക്കാതെ വിടും. പക്ഷേ ഒരേ സംഭവം തന്നെ അവിടെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അത് അസാധാരണമാണ്. സ്വാഭാവികമല്ലാത്ത എന്തോ ഒരു കുഴപ്പം ഉണ്ടെന്ന് തന്നെ വേണം കരുതാൻ. അച്ഛൻ എന്താ പറഞ്ഞു വരുന്നേ? ആദ്യം സ്വാതിയുടെ ഗർഭം, രണ്ടാമത് നന്ദിനിയുടെ അബോർഷൻ. ഇപ്പോ നിനക്ക് കുഞ്ഞ് നഷ്ടപ്പെട്ടു. ഇതിനൊക്കെ അർത്ഥം എന്താ? ഈ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കാൻ ഈശ്വരന്മാർ എതിര് നിൽക്കുന്നു എന്നല്ലേ? അതുകൊണ്ട് അച്ഛൻ പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തന്നെ എൻ്റെ കൂടെ വരണം, നമ്മുടെ വീട്ടിലേക്ക്. എന്താ മോളൊന്നും പറയത്തെ? അച്ഛൻ പറഞ്ഞത് ശരിയാണെന്ന് മോക്കും തോന്നുന്നില്ലേ? എനിക്കങ്ങനെ തോന്നുന്നില്ല അച്ഛാ. ഇനി അഥവാ അത് ശരിയാണെങ്കിൽ തന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ടും വരുന്നില്ല. നിന്റെ തീരുമാനം ഇത് തന്നെയാണോടാ? അച്ഛാ, ഈ അവസ്ഥയിൽ ഗൗരി ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വരാൻ എനിക്ക് പറ്റത്തില്ല അച്ഛാ. ഇവളെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടവനാ നീയും. ആ നീയും ഇവള് പറയുന്നതിനെ അനുകൂലിക്കുകയാണോ? ഗൗരി ഇല്ലാതെ ഞാൻ വരുന്നില്ല അച്ഛാ. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷേ ഇനിയൊരു കുഞ്ഞുകൂടി നിങ്ങൾക്ക് നഷ്ടപ്പെടരുത്. ദൈവം തരുന്നതിനെ നമ്മുടെ കുഴപ്പം കൊണ്ട് കളയാൻ തീരുമാനിച്ചാൽ പിന്നെ ദൈവം ആ സൗഭാഗ്യം തരണമെന്നില്ല. രണ്ടുപേരും അത് നോക്കുന്നത് നല്ലതാ. ഗൗരി, നമ്മൾ എന്തായാലും രാജുവേട്ടാ, ഒന്ന് പോകുന്നുണ്ടോ? എനിക്കൊരു ഇത്തിരി സമാധാനം വേണം. അല്ല, ഞാൻ ഞാനിപ്പോ അങ്ങോട്ട് പോയാലും 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. ഇത്രയും നാളും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചൊന്നും പോരെ ഭാനുമതിക്ക്. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഈ വീട്ടിലെ മക്കളോടും മരുമക്കളോടും ഒരുപോലെ സ്നേഹത്തോടെ പെരുമാറേണ്ട ആളാ അമ്മായി. അങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ ഇതുവരെ ചെയ്തതെല്ലാം കുത്തിത്തിരിപ്പ് മാത്രം. ഓ പിന്നെ മഹേഷേട്ടാ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. എന്തായി നിന്റെ തീരുമാനം? വരുന്നില്ല എന്ന് തന്നെയാണോ? പിന്നെ വരാതിരിക്കാനോ? ഈ കുന്തോളം പൊക്കി പിടിച്ച് ഞാൻ വന്നത്. അപ്പൊ പറയേണ്ട പോലെ പറഞ്ഞാ നിനക്ക് അനുസരിക്കാൻ അറിയാം. ഭാനുമതി, ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നീ മഹേഷേട്ടനോടും സ്വാതിയോടും ഒരു ക്ഷമ പറഞ്ഞിട്ട് വേണം കൂടെ വരാൻ. അതെന്താ ഞാൻ ക്ഷമ പറയുന്നത്? ഇത്രയും നാൾ ഇവിടെ നിന്ന് ഈ വീട്ടിലുള്ളവരെ തമ്മിൽ അടുപ്പിച്ചതിനും പിന്നെ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ വീടൊരു യുദ്ധക്കളമാക്കിയതിനും നീ മാപ്പ് പറഞ്ഞേ പറ്റൂ. അയ്യോ, അതൊന്നും വേണ്ട എന്റെ സാധാരണ. ഇനിയെങ്കിലും ഇവളൊന്ന് നന്നായി കണ്ടാ മതി. അമ്മായി, എന്തുകൊണ്ടാണ് ഗൗരിയുടെ കുഞ്ഞ് ഇല്ലാതായി പോയതെന്ന് അമ്മായി ഇനിയെങ്കിലും മറക്കരുത്.
തൽക്കാലം ഞാൻ അതൊന്നും പറഞ്ഞ് അമ്മായിക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്നില്ല. പക്ഷെ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ വരാതിരിക്കാൻ അമ്മായി എപ്പോഴും പ്രാർത്ഥിച്ചോ. ഓ മാഷേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ സദാനന്ദ? കാരണങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിൽ ജനിക്കേണ്ട 3 കുഞ്ഞുങ്ങൾ പലപ്പോഴും നഷ്ടപ്പെട്ടു. അതിന്റെ ഏറ്റവും ഒടുവിലെ തിരയാ ഗൗരി. സദാനന്ദൻ എന്താ ഈ പറഞ്ഞു വരുന്നേ? ഒന്നുമില്ല, ഈ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കാൻ ആരോ സമ്മതിപ്പിക്കാത്തതുപോലെ. ഗതി കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ആത്മാക്കളുടെ ശാപമാണോ അതോ ആരെങ്കിലും ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലമാണോ ഈ നഷ്ടങ്ങൾ? സദാനന്ദ, താൻ പറഞ്ഞതിന്റെ പിന്നിൽ ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അടുത്ത ദിവസം തന്നെ കുടുംബക്ഷേത്രത്തിൽ പോയി നേർച്ചയും വഴിപാടുകളെല്ലാം കഴിപ്പിക്കാം. അത് പോരാ, അന്വേഷിക്കണം. അന്വേഷിച്ച് കാരണം കണ്ടുപിടിക്കണം. ഇനി ഒരു അകാല മൃത്യു ഈ വീട്ടിൽ സംഭവിക്കാൻ പാടില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. ബാനു, അങ്ങനെ എന്നെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാന്ന് ആരും കരുതണ്ട. ഞാൻ ഇവിടുന്ന് പോയാലും ഉടനെ തന്നെ തിരിച്ചു വരും. അമ്മായി പോയിട്ട് വരട്ടെ സ്വാതി മോളെ, ഉടനെ തന്നെ തിരിച്ചു വരും. അയ്യോ അത് വേണ്ട, ഉടനെ എങ്ങും തിരിച്ചിങ്ങോട്ട് വരേ വേണ്ട. വെറുതെ എന്തിനാ നമ്മൾ തമ്മിൽ ഇങ്ങനെ വഴക്കിടുന്നേ? അമ്മായി ചെല്ല്, അങ്കിള് കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും. പോ ചെല്ല്. അങ്ങനെ കുറച്ചു ദിവസത്തെ ഇടവേള കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇവിടെ തന്നെ തിരിച്ചെത്തി, സ്വാതിയോട് യുദ്ധം ചെയ്യാൻ. ഇവിടെയെങ്ങും ആരുമില്ലല്ലോ. ഗൗരി എവിടെ? ഓ, ആയമ്മ കുഞ്ഞില്ലാതായതിന്റെ വിഷമത്തില് മുറിയടച്ചിരിക്കുകയായിരിക്കും. എവിടെയായിരുന്നു നീ ഇതുവരെ? ഞാൻ നീ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. ഞാനൊരു ടൂറ് പോയി. നിന്നെപ്പോലെ ഒരു വീടിന്റെ അടുക്കളയിലും ബെഡ്റൂമിലും മാത്രം ജീവിച്ചു തീർക്കേണ്ട ജീവിതമല്ല എന്റേത്. ലോകം വളരെ വിശാലമാണെന്ന് നിനക്കെങ്ങനെ അറിയാനാ? പൊട്ടക്കുളത്തിലെ തവളയല്ലേ നീ? ഞാൻ പൊട്ടക്കുളത്തിലെ തവള തന്നെയാണ്. പക്ഷേ നീ എന്തിനാ ഈ പൊട്ടക്കുളത്തില് വീണ്ടും തിരിച്ചു വന്നത്? കുറച്ചു ദിവസം കാണാതായപ്പോ ഞാൻ കരുതി നീ എല്ലാം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാണെന്ന്. എനിക്ക് എന്റെ നീലിനെ ഉപേക്ഷിച്ച് അങ്ങനെ പോവാൻ സാധിക്കുമോ? ആ തീർന്നില്ലടി, ഞാൻ പറയട്ടെ. ഞാൻ ഇവിടുന്ന് പോയതിന്റെ പിന്നിൽ എനിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് നീ വഴിയേ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നിനക്കൊരു സമ്മാനം ACP വൈശാഖിയുടെ കയ്യിൽ കൊടുത്തിട്ടാ ഞാൻ പോയത്. കിട്ടിയില്ലേ നിനക്കത്? കിട്ടി. അതെനിക്ക് നന്നായിട്ട് ബോധിച്ചതുകൊണ്ടാ ഞാനിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നീ വരുന്നത് വരെ കാത്തിരുന്നത്. അതിനുള്ള മറുപടി നിനക്ക് തരാൻ ദാ നല്ല ചൂടോടെ അതങ്ങ് വാങ്ങിച്ചോ. എങ്ങനെയുണ്ടിപ്പോ? കറക്റ്റ് ആയില്ലേ? നിന്നെ തിരിച്ചടിക്കാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ ഞാനത് ചെയ്യില്ല. ഇതിന് വേദപ്രതികാരം ചെയ്യുന്നത് നിന്റെ ജീവിതം തകർത്തുകൊണ്ടായിരിക്കും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയാക്കിയിട്ട് തന്നെയാ ഞാനിപ്പോ തിരിച്ചു വന്നത്. ഞാൻ
ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ നിന്നോട്, എനിക്ക് എന്റെ നീലിനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല. ഞാൻ ആദ്യം സ്നേഹിച്ച പുരുഷനാ നീൽ. നീലുള്ള സ്ഥലത്ത് മാത്രമേ ഈ ജന്മം എനിക്ക് ജീവിക്കാൻ പറ്റൂ. ഭ്രാന്ത് പിടിച്ച ജന്മോടി നിന്റേത്. തെരുവ് പട്ടിയെ പോലെ അലഞ്ഞു നടക്കാനാ നിന്റെ വിധി. നീ പറഞ്ഞത് ശരിയാ, ഞാൻ അലഞ്ഞു നടക്കുന്നവള് തന്നെയാ. അത് പക്ഷേ എന്തിനാണെന്ന് നിനക്കറിയോ? നീലിന്റെ ജീവിതത്തിൽ നിന്ന് നിന്നെ വെട്ടിമാറ്റി ആ സ്ഥാനത്ത് നീലിനോടൊപ്പം എനിക്ക് ജീവിക്കാം. പണ്ട് ഞങ്ങള് സ്വപ്നം കണ്ട പോലെ. ആഹാ, എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നീ ഇതും പറഞ്ഞേ എന്റെ ഏട്ടന്റെ അടുത്തോട്ടൊന്ന് ചെന്ന് നോക്ക്. അപ്പൊ അറിയാം ഏട്ടന്റെ തനി സ്വഭാവം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. തൽക്കാലം ഞാനൊന്ന് പോയി വിശ്രമിക്കട്ടെ. യാത്ര ചെയ്ത് വന്നതല്ലേ, നല്ല ക്ഷീണമുണ്ട്. ഞാൻ കുളിച്ചു വരുമ്പോഴേക്കും നീ നല്ല കടുപ്പത്തിലൊരു ചായ എടുക്ക. എന്നിട്ട് നല്ല ചൂടോടെ അത് നിന്റെ കൈകൊണ്ട് എനിക്ക് താ. ഞാൻ റൂമിലുണ്ടാവും. നിക്ക. നിന്നെയും കാത്തൊരുത്തി മുകളിലിരിപ്പുണ്ട്. അവളെയും കൂടി പോയൊന്ന് കണ്ട് ആശ്വസിപ്പിക്കാൻ മറക്കരുത് നീ. അത് പിന്നെ പറയണോ? ഈ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വാടില്ലടി. നിന്റെ കള്ളത്തരവും പൊളിക്കും ഞാൻ. കാത്തിരുന്നോ നീ? ഗൗരി, ഗൗരി, ഇനി ഇങ്ങനെ കരഞ്ഞ് സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? ഞാൻ അറിഞ്ഞില്ല വേദ, എന്റെ ഉള്ളിലൊരു കുഞ്ഞുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. സാരമില്ല ഗൗരി, ആ കുഞ്ഞിനെ നിനക്ക് വിധിച്ചിട്ടില്ല. അങ്ങനെ കരുതി സമാധാനിക്ക. അല്ലാതെ അതിനു വേണ്ടി ഇനി മരിക്കാൻ സാധിക്കില്ലല്ലോ. നന്നായിടി നിന്റെ ഈ ഗർഭം അലസിപ്പോയത്. ഈ വീട്ടിൽ ആദ്യം ജനിക്കേണ്ടത് നിന്റെയോ സ്വാതിയുടെയോ കുഞ്ഞല്ല, എന്റെ കുഞ്ഞ് തന്നെയാ. നീലിന്റെ കുഞ്ഞിനെ ഈ വീട്ടിൽ ഞാൻ പ്രസവിക്കും. സ്വാതിയുടെ സ്ഥാനത്ത് നീലിന്റെ ഭാര്യയായി ഞാൻ ഇവിടെ ജീവിക്കും. എനിക്ക് പകരക്കാരിയായി നീലിന്റെ ജീവിതത്തിലേക്ക് വന്ന സ്വാതിയെ ഞാൻ തന്നെ ആടിച്ച് പുറത്താക്കും. അതിനു മുൻപ് ഇവിടെ ആരുടെയും കുഞ്ഞ് ജനിക്കാൻ പാടില്ല. അത് നിന്റെ കുഞ്ഞായാലും. വേദേ, നീ എന്താ പറഞ്ഞേ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. അവളുടെ കള്ളത്തരം പൊളിച്ച് അവളെ ഇവിടെ ഇറക്കി വിടുന്നതിനെ കുറിച്ച് ആലോചിച്ചതാ ഞാൻ. എന്നിട്ട് വേണം നിന്നെ എനിക്കിവിടുത്തെ രാജകുമാരിയായിട്ട് വാഴിക്കാൻ. എല്ലാ അധികാരങ്ങളുമുള്ള രാജകുമാരി. അബദ്ധത്തിൽ എന്റെ കുഞ്ഞു പോയി. പക്ഷെ സ്വാതി, അവൾ എന്റെ മുന്നിൽ ഒന്നും സംഭവിക്കാതെ നിൽക്കുന്നത് കാണുമ്പോഴാ എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. എനിക്കതിലൊരു സംശയമുണ്ട് ഗൗരി. എന്ത് സംശയം?
സ്വാതിക്ക് പ്രഗ്നൻസി ഉണ്ടെങ്കിൽ അതില്ലാതാക്കാൻ വേണ്ടിയല്ലേ നീ അവൾക്ക് ജ്യൂസ് കൊടുത്തത്? ആ അതെ. പക്ഷേ ആ ജ്യൂസ് കുടിച്ചിട്ടും അവളുടെ വയറ്റിലുള്ള കുഞ്ഞിന് ഒന്നും സംഭവിക്കാതിരുന്നത് എന്താ? അതേസമയം ആ ജ്യൂസിന്റെ ബാക്കി കുടിച്ച് നിന്റെ പ്രഗ്നൻസി അബോർഷനായി. അതിനർത്ഥം സ്വാതി ഗർഭിണി അല്ലാന്ന് തന്നെയല്ലേ? അതെ ഗൗരി, സ്വാതി ഗർഭിണിയേ അല്ല. ഇതോടെ അക്കാര്യം ഉറപ്പായി.